ഹലോ ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്, ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഇന്നത്തെ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗ്. കുറേ നാളായിട്ട് യാത്രകളൊക്കെ പോയിട്ട് അപ്പോൾ ഇരുന്നിരുന്ന് ഇങ്ങനെ പുറത്ത് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. മഴയാണ്, പിന്നെ പണിയും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാം കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടായിട്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്ത് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിനും കുറച്ച് മുന്നേ ഒരാൾ കുറച്ച് നേരം കിടന്നുറങ്ങാണ്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. അപ്പോൾ അത് കാരണം ആൾ കുറച്ച് നേരം കിടന്നുറങ്ങാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പുറപ്പെടലൊക്കെ കഴിഞ്ഞു, ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല, ശങ്കരേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേട്ടനുണ്ട്, ആളും ആളുടെ വൈഫും കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബീച്ചിൽ പോവാം. അവിടെ നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്കൗട്ടൊക്കെ അവിടെ ചെയ്യാമെന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ഏട്ടൻ പേരയ്ക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചു നോക്കി, പക്ഷേ അത് ശരിക്കും പഴുത്തിട്ടുണ്ടായിരുന്നില്ല. പേരയ്ക്ക് കടിച്ചിട്ട് എൻ്റെ പല്ല് പോയത് മിച്ചം, അതല്ലാതെ അത് സ്വാദൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ യാത്ര പോയോണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരിച്ച് വരുമ്പോഴും മഴ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ മൊബൈൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, എപ്പോഴും ഞാനല്ലേ വീഡിയോ എടുക്കാറ്, എനിക്കൊരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ആളൊന്ന് മടിച്ചു വെച്ചെങ്കിൽ എനിക്ക് വീഡിയോ എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ചാവക്കാട് ബീച്ചിലെത്തി, വണ്ടിയൊക്കെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് വലിയൊരു സങ്കടകരമായ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഞാനൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ കര കടലെടുത്തു എന്ന്. പക്ഷെ ഇന്നത് നേരിട്ട് കാണാൻ പറ്റി. പകുതിയോളം കരയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കടലെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു ആൾക്ക് ഉയരത്തിൽ അങ്ങനെ ഇടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പോയി കണ്ടിട്ട് സങ്കടം വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ഉണ്ണിക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പാർക്കിലേക്ക് വന്നത്. എന്തായാലും കടലിലെ വെള്ളത്തിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ അവളെന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം അവൾ ഇവിടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അവളുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ കാറ്റാടി മരങ്ങളുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇത് തന്നെയാണ് അവസ്ഥ. മാത്രമല്ല കുറേ മരങ്ങളും ഇതുപോലെ കടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്നു. ഭയങ്കര ശക്തിയിലാണ് തിരയടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ പേടിയാവും. പല തിരകളും ഈ മണ്ണ് ഇടിഞ്ഞ് നിൽക്കുന്നതിൻ്റെ മുകളിലേക്ക് വരെ അടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്നതിൻ്റെ അവിടേക്കൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അധികം തെറ്റത്തേക്കൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ, ഒന്നിനും പറ്റാതെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ടു പോരേണ്ടി വന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ അതൊക്കെയല്ലേ പറ്റുള്ളൂ, വെള്ളത്തിലിറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഞണ്ടിനെ കണ്ടത്. ആ ഞണ്ടിനെ കടലിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ടുള്ള അക്രമമായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നത്. അത് കുറച്ച് നേരം പോക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. കുറേ ചിരിച്ചു. കാരണം ഞണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി ഞണ്ട് തോറ്റു. അവസാനം ഞണ്ട് ഒരു മരത്തിൻ്റെ പൊത്തിൻ്റെ അവിടെ അങ്ങനെ ചെന്നിരുന്നിട്ട് സ്വന്തമായിട്ട് കുഴി കുഴിക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴത്തേനും ഇവർ അതിനെ പിടിച്ച് കടലിലേക്ക് ഇടാം, അതിനെ രക്ഷിക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഏട്ടൻ തന്നെ പിടിച്ചിട്ട് അതിനെ കടലിൽ കൊണ്ടുപോയി ഇട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കയ്യിൽ നിന്ന് കടി കിട്ടുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരുവിധമൊക്കെ പിടിച്ച് കൊണ്ടുപോയിട്ട് അതിനെ കടലിൽ കൊണ്ടുപോയി ഇട്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തിരയടിച്ച് മുകളിലേക്ക് വന്നപ്പോൾ വീണ്ടും കുഞ്ഞു കുഞ്ഞേ ഞണ്ടുകുട്ടികൾ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. പിന്നെയുള്ളതിനൊന്നും പിടിക്കാൻ കിട്ടിയില്ല. ഇതിനൊരെണ്ണത്തിന് മാത്രമേ പിടിക്കാൻ കിട്ടിയുള്ളൂ. അപ്പോൾ അതിനെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാക്കകൾ കുറേ അതിനെ കൊത്താൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇവർ അതിനെ പിടിച്ച് കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു മരം ഇടിയാറായിട്ട് നിൽക്കുന്നുണ്ട്. മരത്തിൻ്റെ വേരുകളും കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടിയും ഒരു ചെറിയൊരു തിട്ട മാത്രമേ ഉള്ളൂ. അതും കൂടി ഇടിഞ്ഞ് കഴിഞ്ഞാൽ ആ മരം കൂടി പോവും കടലിൽ. അതല്ലാതെ തന്നെ കുറേ മരങ്ങൾ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് വീണ്ടും ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് വെള്ളത്തിലൊക്കെ കളിക്കാം, പിന്നെ ഇവർ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ബീച്ചിൻ്റെ സൈഡിലാകുമ്പോൾ വർക്കൗട്ട് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണെന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പ്രതീക്ഷയോട് കൂടി പോയതാണ്. പക്ഷേ കടൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ന്യൂസും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു വെച്ചെങ്കിൽ നമുക്കത് അറിയാൻ പറ്റിയിരുന്നു.
നമ്മൾ ന്യൂസ് കണ്ടില്ല. പിന്നെ മാത്രമല്ല മഴ കുറവുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. പക്ഷേ കടൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടാണ് കിടക്കണമെന്നുള്ളത് നമുക്ക് അറിയണുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് നേരമൊന്നും ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. വേഗം തിരിച്ചു പോന്നു. കാരണം അവിടെ പിന്നെ വെറുതെ ചുമ്മാ നിന്നിട്ടും കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു. അപ്പോൾ കടൽ കാണാൻ പോയുള്ളൊരു വിശേഷം ഇതായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.